അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മധുബാല വേണം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മധുബാല പറയണം ഞാൻ എന്തായാലും ശരി ഇവിടെ വന്നിരിക്കും എന്ന് പറയുമ്പോൾ JK പറയും ഒരിക്കലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ അമ്മയ്ക്കത് ബുദ്ധിമുട്ടാകും, എൻ്റെ അമ്മയ്ക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല, എൻ്റെ അമ്മയെ വിഷമിച്ചുകൊണ്ട് ഒരിക്കലും നിനക്കിവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഞാനറിയാം അർച്ചനയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അർച്ചനയുടെ കൂടെ നിങ്ങൾ പോയതും ഒരു ദിവസം നിങ്ങൾ മിസ്സിങ് ആയ കാര്യങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടല്ലേ എന്തായാലും ശരി ഞാൻ കോർട്ട് ഓർഡർ വാങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. JKക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ മധുബാലയെ തല്ലാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കൈപ്പിടിയൊക്കെയാണ് കേട്ടോ. വേണ്ട മോനെ, നീ അതൊന്നും ചെയ്യണ്ട എന്ന് പറയണം കേട്ടോ. അമ്മയെ അറിയില്ല, അമ്മയ്ക്ക് ഇവള് വെറുതെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനാണ് എന്ന് പറയണം. അതേസമയം ദേഷ്യത്തോട് കൂടിയിട്ട് മധുബാല പോവുകയാണ്. ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഇരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നീട് JK അർച്ചനയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അർച്ചനയോട് പോയി പറയുകയാണ്, എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഡൈവേഴ്സ് കേസും കൊണ്ട് വന്നതാണ് പറയും. ഡൈവേഴ്സ് കേസോ? അതെ, ഞാനും അതുപോലെയും വേറെയാണ് താമസം, ഞങ്ങൾ ഒന്നിച്ചു പോകാൻ ഒരിക്കലും പറ്റില്ല, ഞങ്ങൾ ഭയങ്കര പ്രശ്നമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഞങ്ങൾക്കിനി അത് പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന പറയും, അയ്യോ അത് വേണം, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നിച്ച് പോയി ജീവിക്കാൻ നോക്കി, അതല്ലേ അതിൻ്റെ ശരി, അമ്മയുടെ കൂടെ നിങ്ങൾ ജീവിക്കണം, അതാണ് അതിൻ്റെ ശരി എന്ന് പറയും. ഇല്ല, എനിക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയ്ക്ക് അവളെ ഉപദ്രവം മാത്രമേ ഉണ്ടാക്കുള്ളൂ, അതുകൊണ്ട് ഒരിക്കലും പറ്റില്ല, എൻ്റെ അമ്മ മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക്, അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടണം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതേസമയം എല്ലാം കേൾക്കുകയാണ് കേട്ടോ. ഒരു കോംപ്രമൈസിനൊക്കെ അർച്ചന ശ്രമിക്കുന്നുണ്ട്. പറ്റില്ല, എനിക്ക് ഡൈവേഴ്സ് തന്നെ വേണം, അർച്ചനയാണ് ഏറ്റവും ഡൈവേഴ്സിന് ബെറ്റർ എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്, ഈ കേസ് സ്വീകരിക്കുക തന്നെ വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. അർച്ചന ശരി ഞാൻ പിന്നീട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. അതേസമയം ദീപ്തി പറയും, നിനക്ക് ആ കേസ് ഏറ്റെടുത്തുകൂടെ ഇരുന്നില്ലേ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒരു ഭാഗം മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ലല്ലോ, മറുഭാഗവും എന്താണെന്ന് അറിയണം, അതിനുശേഷം ഞാൻ ഏറ്റെടുക്കാം എന്നിങ്ങനെ ദീപ്തിയോട് അർച്ചന പറയണം. അതിനുശേഷം അർച്ചന ടീച്ചർ അവിടേക്ക് പോവുകയാണ് കേട്ടോ. എന്താ കാര്യങ്ങളൊന്നും അറിയാലോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ടീച്ചർ ഭയങ്കര വിഷമത്തോടു കൂടിയിരിക്കും. അർച്ചനയെ കണ്ടത് ഒരു ഉത്സാഹമില്ലാത്ത പോലെ വരും, വാ മോളെ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം എന്താ അമ്മയ്ക്ക് ഒരു ഉത്സാഹമില്ലല്ലോ, എന്താ ചായ എടുക്കുക, അല്ലെങ്കിൽ തരുന്നതാണല്ലോ എന്ന് പറയില്ല, മോളിരിക്കും ഞാൻ ചായ എടുക്കുക എന്ന് പറയണം കേട്ടോ. വേണ്ട അമ്മ, ചായയൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം JK പറഞ്ഞ കാര്യങ്ങളെല്ലാം ടീച്ചറോട് അർച്ചന പറയുകയാണ് കേട്ടോ. അതേസമയം ടീച്ചർ പറയേണ്ട, അതേ മോളെ ഒരിക്കലും അവൾ ഒത്തുപോകില്ല, അവൾ ഒത്തുപോകാത്തത് കാരണം കൊണ്ടാണ് അവനാകെ മൊത്തം മാനസിക വിഷമമാണ്, അതിനി ശരിയാവില്ല, അത് ഒഴിവാക്കുക തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, അവർ രണ്ടുപേരും കൂടിയിട്ട് സംസാരിച്ച് കോംപ്രമൈസ് ആവാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഒരിക്കലും അത് ശരിയാവില്ല, അത് അങ്ങനെ നടക്കുകയുള്ളൂ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അർച്ചന പോവുകയാണ്. അർച്ചന പോയതിന് ശേഷം രാത്രി ഇങ്ങനെ അർച്ചന വിചാരിക്കുകയാണ്, ഒന്ന് വിളിക്കുക JK വിളിച്ചിട്ട് കേസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഞ്ജു ഒതുക്കാണ് കേട്ടോ. ഇടനാഴിയിൽ നിന്നിട്ട് അർച്ചന സംസാരിക്കുമ്പോൾ തന്നെ മഞ്ജു പതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അർച്ചന അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, മഞ്ജു കാണാത്ത പോലെ വിചാരിച്ചിരിക്കുകയാണ്. അതേസമയം ടീച്ചർ JKയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾക്കിതൊന്ന് സംസാരിച്ച് സെറ്റിൽമെൻ്റ് ആക്കാം, അതല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു ബെഞ്ചിൻ്റെ അപ്പുറം ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം JK പറയേണ്ട, അതൊക്കെ അർച്ചനയുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. മഞ്ജു വിചാരിക്കുന്നത് ഏതായാലും ഇവരുമായിട്ട് ഭയങ്കര പ്രേമമാണ് തോന്നണു എന്നാണ് മഞ്ജു വിചാരിക്കുന്നത് കേട്ടോ. മഞ്ജു പാത്തും പതുങ്ങി നിന്നെല്ലാം കേൾക്കണം കേട്ടോ. അമ്മയുടെ സൗകര്യം പോലെ ചെയ്യാമെന്നിങ്ങനെ പറയും അർച്ചന കേട്ടോ. അത് കേട്ടതും തന്നെ മഞ്ജു തീരുമാനിക്കുമോ, അമ്മയാണ് എല്ലാത്തിനും സെറ്റപ്പ് എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. അതിനുശേഷം മഞ്ജു വേഗം രുക്കുവിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. രുക്കുവിനോട് ചോദിക്കുകയാണ്, രുക്കു ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ, എന്താ നീ ഉറങ്ങിയില്ലേ, അച്ചു വന്നില്ലേ ചോദിക്കും. ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിനെന്താണ് ചോദിക്കും. അച്ചു വന്നില്ലേ ചോദിക്കും. ഇല്ല, ഞാനൊരു പോലീസ് ഓഫീസറുടെ ഭാര്യയാണ്, പക്ഷേ എനിക്ക് അതിൻ്റേതായ ഒന്നുമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു പറയേണ്ട, ഞാനേ ഒരു കാര്യം കേട്ടു, അർച്ചനയും JKയും തമ്മിൽ പ്രേമം തന്നെയാണ്, അവരുടെ അമ്മയും ഒത്താശയുണ്ട്, ഫോൺ ചെയ്യുന്നത് കണ്ടു ഞാൻ എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ രുക്കു പറയും, ആണോ, അതെന്തായാലും നമുക്കൊന്ന് പൊളിച്ചെടുക്കണം പറയും. എങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും, അവരെല്ലാവരും കൂടി ഒത്താശ ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം എന്തായാലും ശരി നമുക്ക് പൊളിച്ചെടുക്കാമെന്ന് മഞ്ജുവും രുക്കും കൂടി തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് JKയും അമ്മയും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനെ മധുബാലയുടെ കാര്യം എന്തായി എന്ന് ചോദിക്കും. അമ്മ ഇനി അത് ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ JK പറയണം കേട്ടോ. അതേസമയം മോൻ്റെ ഇഷ്ടം പോലെ മോനെ എന്താണെങ്കിൽ ചെയ്യ് എന്ന് ടീച്ചർ ഇങ്ങനെ പറയണം. അവർക്ക് എന്തായാലും മധുബാലയെ ഒഴിവാക്കണം
എന്ന് തന്നെയാണ്. മധുബാലയെ ഒഴിവാക്കിയിട്ട് JKയും അർച്ചനയും ഒന്നു ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.